സോ അങ്ങനെ ഈ മന്ത് എൻഡ് ആയിട്ടുണ്ട്. മന്ത് ഓവറോൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഗ്രേറ്റ്. കാരണം കഴിഞ്ഞ മാസം നമുക്ക് കംപ്ലീറ്റ് ലോസസ് ആയിരുന്നു, ഒരു വിൻ മാത്രമേ ഉള്ളായിരുന്നു. ബട്ട് ഈ മന്ത് ചിലപ്പോൾ ജേർണൽ ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം. സോ വി ഗോട്ട് സം ഗുഡ് ട്രേഡ്സ് ആൻഡ് ഓവറോൾ മന്ത് 52% വിൻ റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. I know it's not such a great number to showcase, but that is a reality, guys. നമുക്ക് എപ്പോഴും 100% win rate or 80% win rate ഒന്നുമില്ല. I'm just trying to build that up. എനിക്ക് എൻ്റെ ഈ ഇപ്പോഴത്തെ വിൻ റേറ്റിൽ നിന്ന് അടുത്ത മാസം എനിക്ക് കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. സോ ഐ വിൽ ബി ട്രൈങ് ഫോർ ദാറ്റ്. പിന്നെ വീക്ക്ലി വിൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 4 ട്രേഡ് എടുത്തു, അതിനകത്ത് 2 വിന്നുണ്ട്. ആ 2 വിന്നിനകത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഒരെണ്ണം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും രണ്ടാമത്തെ വിന്ന് അടിപൊളിയായിരുന്നു. So that's the final trade that I took. So stick along. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട് ആ ട്രേഡ് എന്തുകൊണ്ട് എടുത്തു, അതിൻ്റെ അനാലിസിസ് ആൻഡ് ഓൾസോ എൻ്റെ ജേർണലിനകത്ത് ഞാൻ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളും നിങ്ങളെ ഞാൻ ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ടായിരിക്കും. ഓൾറൈറ്റ്, സോ എന്നാൽ നമുക്ക് ജേർണലിനകത്തോട് കയറാം. കമോൺ. സോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്താണ് ഞാൻ എൻ്റെ ജേർണൽസ് എല്ലാം എൻ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് നോഷൻ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു പ്രൊഡക്ടിവിറ്റി ആപ്പാണ്. ഞാനത് എൻ്റെ രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യുവാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കും എങ്ങനെ ഇതിലൊരു ജേർണൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കമൻറ്റ് വന്നിരുന്നു, ഇങ്ങനെ ഇതിൻ്റെ ടെംപ്ലേറ്റ് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. സോ ഇതെൻ്റെ പ്രൈവറ്റ് ഫയലായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാത്തത്. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു ബേസ് ടെംപ്ലേറ്റും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. സോ മൺഡേ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല. ആൻഡ് ഓൾസോ ലണ്ടൻ നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ട്യൂസ്ഡേ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് എടുത്തു. അത് ലണ്ടൻ സെഷനിലാണ് എടുത്തത്. ദ ഫസ്റ്റ് ട്രേഡ് ഓഫ് ദ വീക്ക്. അത് തന്നെ നമ്മൾ SL അടിച്ചതിൻ്റെ ഒരു ബാഡ് നമുക്ക് അടിച്ചായിരുന്നു. സോ മെൻ്റലി കുറച്ച് ഡൗൺ ആയിരുന്നു ഈ ഒരു ട്രേഡ് പോയപ്പം. സോ ട്രേഡിങ്ങിനകത്തുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെൻ്റൽ ഗെയിം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ലോസ് അടിച്ചുകൊണ്ട് ന്യൂയോർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ എൻട്രി എടുക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് എൻട്രി എടുത്തില്ല. സോ മിസ് ചെയ്തത് 2 ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഒന്ന് ഈ ഈക്വൽ ഹൈസ് ഉണ്ടായിരുന്നു, അതിലേക്ക് പ്രൈസ് പോയതും, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് പ്രൈസ് താഴോട്ട് പോയതും, 2 ബിഗ് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തു. അത് ഡെമോയിൽ ട്രേഡ് എടുത്തെങ്കിൽ പോലും നമുക്ക് റിയൽ അക്കൗണ്ടിൽ ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാതായി. സോ അത് കഴിഞ്ഞിട്ട് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി അടുത്ത ദിവസം ട്രേഡ് എടുത്തു. അത് ന്യൂയോർക്ക് സെഷനിലാണ് ട്രേഡ് എടുത്തത്. ആ ട്രേഡ് വിന്നിങ് ട്രേഡ് ആയിരുന്നെങ്കിൽ പോലും ഐ വാസ് ഇൻ സാറ്റിസ്ഫൈഡ് വിത്ത് RR. റിസ്ക് ഇവിടെ 1:3 കാണിക്കുന്നുണ്ട്. ബട്ട് അത് ട്രെയിൽ ചെയ്ത് വെച്ചതിന് ശേഷം, ആ സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രെയിൽ ചെയ്തതിന് ശേഷമുള്ള RR ആണത്. ശരിക്കും ഇത് 1:1 പോയിൻറ്റ് സംതിങ് RR ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് 100 പോയിൻറ്റ് നമ്മൾ പിടിച്ചു. ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു വിന്നാണ്. അതും നമുക്ക് എൻട്രി കിട്ടിയ ലോട്ട് സൈസും കുറവായിരുന്നു. സോ തേഴ്സ്ഡേ നമ്മൾ ന്യൂയോർക്ക് സെഷനിലാണ് ട്രേഡ് എടുത്തത്. ആദ്യം നമ്മൾ ലോസ് അടിച്ചു. ഈ ലോസ് അടിച്ചപ്പോഴത്തേനും മൈൻഡ് കംപ്ലീറ്റ്ലി ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. സോ അന്ന് ഞാൻ ആഡ് ചെയ്തൊരു എക്സ്ട്രാ പോയിൻ്റാണ് ജേർണലിനകത്ത് ഇനീഷ്യൽ ഡയറക്ഷൻ. സോ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ആകുമ്പോഴത്തേനും ആദ്യം കിട്ടുന്ന ഡയറക്ഷൻ ബുള്ളിഷാണോ ബിയറിഷാണോ എന്നുള്ളത് മാർക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങളുടെ ഇനീഷ്യൽ ഡയറക്ഷൻ എപ്പോഴും കറക്റ്റാണ്. പിന്നീട് ഞങ്ങൾ ബയസ് മാറ്റുമ്പോഴാണ് മിക്കപ്പോഴും ലോസ് അടിക്കുന്നതെന്ന് തോന്നി. സോ ആ ഒരു ഇനീഷ്യൽ ഡയറക്ഷൻ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇങ്ങനൊരു സാധനം കൂടെ ആഡ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നില്ല, ഇതൊക്കെ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്ന ഏരിയയിൽ ഞാൻ ജേർണൽ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തേക്കുന്ന എലമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് ഓൺ ഫ്രൈഡേ. വി ബുക്ക് ദ ബിഗ്ഗസ്റ്റ് വിൻ. ഇൻ ടേംസ് ഓഫ് മണി അല്ല, പൈസയുടെ ഒരു കണക്ക് വെച്ചിട്ടല്ല ബിഗ്ഗസ്റ്റ് വിൻ. നമുക്ക് കഴിഞ്ഞ വീക്ക് നമുക്ക് ഇതിനും പ്രോഫിറ്റ് ഉണ്ടായിരുന്ന ട്രേഡ് ഉണ്ടായിരുന്നു. ബട്ട് ഇൻ ടേംസ് ഓഫ് ദ റേഞ്ച് വി ക്യാപ്ചേർഡ്. ഇപ്പോൾ 1:5 RR ആണ് നമ്മൾ ഈ ട്രേഡ് ബുക്ക് ചെയ്തേക്കുന്നത്. സോ അതിൽ എൻട്രി നമുക്ക് 0.03 എൻട്രി കിട്ടിയിരുന്നത്. ആദ്യം ഇനിഷ്യലി നമ്മൾ വെച്ചിരുന്ന ഒരു എൻട്രി പോയിൻറ്റ് ടാപ്പിൻ ചെയ്യാതെ പ്രൈസ് ആദ്യം മൂവ് ചെയ്ത്, അപ്പോൾ തന്നെ നമുക്ക് ലോട്ട് കുറയ്ക്കേണ്ടി വന്നു. സോ ഡ്രോ ക്ലിയർ ആയിരുന്നു. താഴെ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ വി ഹാഡ് ഈക്വൽ ലോസ് ദർ.
സോ അതിലേക്ക് പ്രൈസ് ഡ്രൈവ് ചെയ്യുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് ആ റീട്രേസ്മെൻ്റ് ഒന്നും നമുക്ക് വലുതായിട്ട് എഫക്റ്റ് ചെയ്തില്ല. മെൻ്റലി ആണെങ്കിലും അത് ഓക്കെയാണ് എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം പ്രൈസ് താഴോട്ട് മൂവ് ചെയ്യായിരുന്നു. ഇവിടെ ഒരു 1 മിനിറ്റിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് വാച്ച് ചെയ്തതിന് ശേഷമാണ് എൻട്രി എടുത്തത്. ആൻഡ് ഇതൊരു 3.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കറക്റ്റായിട്ട് വരുന്ന റീജിയനാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഇപ്പോൾ TP അടിച്ചേക്കുന്ന പോർഷൻ. ഇവിടെ നമ്മുടെ TP ഹിറ്റ് ചെയ്തതിന് ശേഷം ഉടനെ പ്രൈസ് റിവേഴ്സ് ചെയ്തു. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് പ്രിസിഷൻ ട്രേഡ്, അല്ലെങ്കിൽ ഒരു ലക്ക് എന്നുള്ളൊരു ഫാക്ടറും കൂടി അതിനകത്ത് ഇൻവോൾവ് ആണ് ഈ ട്രേഡിനകത്ത്. സോ ദിസ് വാസ് എ ഗ്രേറ്റ് ട്രേഡ്. ഹയർ ടൈം ഫ്രെയിം ബൈസ് വെച്ചിട്ടാണ്. ഇപ്പോൾ 4 ഹവറിലെ പ്രൈസ് അടുത്ത് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമെന്ന് നോക്കിയിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തേക്കുന്നത്. ഇത് എൻട്രി വന്നേക്കുന്നത് 850 മാക്രോയിലാണ് നമ്മളിവിടെ എൻട്രി ചെയ്തേക്കുന്നത്. 850 to 910 മാക്രോ. അവിടുന്ന് പ്രൈസ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയതാവട്ടെ. പിന്നെ ബൈ 10 o'clock പുതിയ 4 hour ചാനൽ ഫോം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്കത് പ്ലേസ് ആവുമായിരുന്നു. എനിവേ വി ക്ലോസ് എ വീക്ക് പോസിറ്റീവ്. ഈ 3 ദിവസം ഇച്ചിരി സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷേ 4th ഡേ ആക്ച്വലി അത് റിവാർഡിങ് ആക്കി കൺവേർട്ട് ചെയ്തു. ആസ് യു ക്യാൻ സി 2 ലോസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓൺലി വി ഹാഡ് എ വിൻ. സോ ഇവിടെയുള്ള ഒരു പ്രഷർ അറിയാമല്ലോ. ആൻഡ് ഓൾസോ വി വർ എൻഡിങ് ദ മന്ത്. സോ മന്ത് പോസിറ്റീവായിട്ട് എൻഡ് ചെയ്താൽ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. അതേപോലെ വീക്കും പോസിറ്റീവായിട്ട് എൻഡ് ചെയ്താൽ അടുത്തൊരു വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്യാനും നൈസായിരിക്കും. അതാണ് ഈ വീക്കിൻ്റെ ഓവർവ്യൂ. നിങ്ങളെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പ്രോഗ്രസ് ട്രാക്കിങ് കൂടെ കാണിക്കാം. ഞാൻ എൻ്റെ പ്രോഗ്രസ് എല്ലാ മാസവും ഞാൻ എടുക്കുന്ന ട്രേഡ് എത്ര % വിൻ റേറ്റ് ഉണ്ട്, എത്ര ട്രേഡ് എടുത്തു, ആൻഡ് PNL ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ September 1st 2023 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത റെക്കോർഡിംഗ് ആണ്. ദിസ് ഇസ് 2025 February 1. ആൻഡ് ഈ മാസം നമ്മൾ 20 ട്രേഡ്സ് എടുത്തു. അതിനകത്ത് $168 ഇൻ പ്രോഫിറ്റും 52.3% വിൻ റേറ്റും ഉണ്ട്. യു ക്യാൻ സി ഇതെൻ്റെ പ്രോഗ്രസ് കർവാണ്. സോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഇയർ ജൂലൈയിൽ കിട്ടിയതാണ് ഏറ്റവും ബിഗസ്റ്റ് വിൻ റേറ്റ്. സോ അതിന് ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു പോയിൻ്റ് വ്യത്യാസമേ ഉള്ളൂ. സോ നെക്സ്റ്റ് മന്ത് ഇതിൽ ഇമ്പ്രൂവ് ചെയ്യണം. സോ പയ്യെ ഇത് തിരിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്ത് നല്ല ട്രേഡ്സ് എടുക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. സോ ആസ്ക് മീ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. Yeah, thank you.